LKG വിദ്യാർത്ഥിയായ 5 വയസ്സുകാരി ഹംദ ഫാത്തിമയ്ക്ക് ഇത് രണ്ടാം ജന്മം. സൈക്കിൾ ഓടിക്കുമ്പോൾ റോഡരികിലെ കുളത്തിൽ വീണ ഹംദയ്ക്ക് രക്ഷകനായത് അമ്മാവനായ 11-കാരൻ മുഹമ്മദ് ഹസൻ സുൽത്താൻ. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ ഹസൻ 6 അടി ആഴമുള്ള കുളത്തിലേക്ക് ചാടി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. കാസർഗോഡ് മധൂരിലെ ഹിദായത്ത് നഗറിലായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായത്. അർച്ചനയുടെ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. 2ാം ക്ലാസ്സുകാരി കുളത്തിൽ വീണ സംഭവമൊക്കെ വലിയ വാർത്തയായിരുന്നു. ആ ഒരു കുളത്തിലായിരുന്നു ആ കുട്ടി വീണിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ ആ ചെറിയ കൊച്ചു മിടുക്കിയും അതുപോലെ തന്നെ അവളെ രക്ഷിച്ച ആ പയ്യനും നമ്മുടെ കൂടെ ഉണ്ട്. മോളുടെ പേരെന്താ? എത്രയിൽ പഠിക്കുന്നു? മോളെങ്ങനെയാ വീണത്? കുളത്തിലേക്ക് എങ്ങനെയാ വീണത്? സൈക്കിളിൽ വരുമ്പോ കുളത്തിൽ വീണു. മോന്റെ പേരെന്താ? മുഹമ്മദ് ഹസൻ സുൽത്താൻ. എങ്ങനെയാണ് മോൻ കണ്ടത് ഈ മോള് വീഴുന്നത്? മോള് വീഴുന്നത് ഈ ചെക്കന് എന്നോട് വിളിച്ച് ചെല്ലി ഞാൻ കളിക്കുന്നിടത്തുണ്ടായ. അപ്പോൾ ഞാൻ വന്നിട്ട് കൂക്കുന്ന സൗണ്ട് ആയിട്ട് അപ്പോൾ ഞാൻ ബിയാണിച്ചിട്ട് തുള്ളി കിണറ്റിലേക്ക്. അകത്ത് കുറേ പാമ്പുള്ള കിണറാണ്. ഞാനിവിടെ 10 കൊല്ലം കാണുന്നതാണ്. ഇവിടെ മിക്കവാറും പാമ്പുകളെല്ലാം നടക്കുന്നത്. അതൊന്നും ചിന്തിച്ചിട്ടില്ല. പെങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റൊരു ചാട്ടം. വലിയൊരു സന്നദ്ധ പ്രവർത്തനം തന്നെയായിരുന്നു ഒരു പയ്യനെ ഇറങ്ങുക എന്നൊക്കെ പറയുന്നത്. നിങ്ങളെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമല്ലേ? തീർച്ചയായിട്ടും ഹസൻ സുൽത്താന്റെ ആ കുഞ്ഞു മനസ്സിൽ ആ ഉണർന്നു പ്രവർത്തിച്ച ആ കുഞ്ഞു മനസ്സിലെ ധീരതയെ നാട്ടുകാർക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. ഞങ്ങളുടെ നാടിന്റെ അഭിമാനമാണ് ഹസൻ സുൽത്താൻ. ചെറുപ്രായത്തിലെ ഇത്തരത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങുക എന്ന് പറയുന്നത് വലിയ കാര്യം. പിന്നെ വലിയ കാര്യമല്ലേ? മറ്റുള്ളവർക്ക് ഇത് വലിയൊരു മോട്ടിവേഷനാണ് ഇത് നൽകുന്നത്. തീർച്ചയായിട്ടും ഇനി വളർന്നു വരുന്ന ഹസൻ സുൽത്താന് പിന്നെ ഇത് ഗവൺമെന്റിന്റെ ധീരതക്കുള്ള അവാർഡിന് പരിഗണിക്കണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാർക്ക് പറയാനുള്ളത്. എന്നാലും മോനെ അഭിനന്ദനം കേട്ടോ. എന്തായാലും ഇങ്ങനത്തെ ആളുകളാണ് നമ്മുടെ ഭാവിയിലെ വാഗ്ദാനങ്ങൾ അല്ലേ? ഇത്തരത്തിലൊരു നല്ല കാര്യം, അതായത് ഈ ഒരു ചെറുപ്പത്തിൽ തന്നെ ഇത്തരത്തിൽ നല്ല കാര്യം സന്നദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങിച്ചില്ല എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മന്നിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.